ഉണ്ടാക്കാൻ പോണത് നല്ല അടിപൊളി നൈസ് പത്തിരിയാണ്. ചില മക്കളൊക്കെ പറയും പത്തിരി ഉണ്ടാക്കിയാൽ വരുന്നില്ല, അല്ലെങ്കിൽ വെള്ളം കൂടുതലാണ്, അല്ലെങ്കിൽ പരത്തുമ്പോൾ പൊട്ടിപ്പോവുകയാണെന്നൊക്കെ പറയണത്. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് പോലെ ഇത് നോക്കി നിങ്ങൾ ഉണ്ടാക്കിയാൽ ആർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം. ഞാനിവിടെ 250 ml കപ്പ് കൊണ്ട് 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുമല്ലോ പത്തിരിപ്പൊടി, അതാണ്. നമ്മൾ വീട്ടിൽ അരി വാങ്ങി പൊടിപ്പിക്കുകയാണെങ്കിൽ നല്ല നൈസിൽ വേണം പൊടിക്കാൻ. മില്ലിൽ പൊടിക്കുന്ന ആളോട് പറഞ്ഞാൽ മതി ഇത് പത്തിരിക്കാണെന്ന് പറഞ്ഞാൽ അവർ നല്ല നൈസായിട്ട് കറക്റ്റാണ് പൊടിപ്പിച്ച് തരും. പിന്നെ ഒന്നുകൂടി പറയാനുള്ളത്, നമ്മൾ പൊടിച്ച പൊടിയായാലും ശരി, കടയിൽ നിന്ന് വാങ്ങണ പൊടിയായാലും ശരി, അത് നമ്മൾ പത്തിരി ഉണ്ടാക്കാൻ എടുക്കുമ്പോൾ ഒന്ന് തരിച്ചിട്ട് വേണം എടുക്കാൻ. അതില്ലെങ്കിൽ ചെറിയ തരികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നമുക്ക് പത്തിരി ഉണ്ടാക്കാൻ കിട്ടത്തില്ല. അതിനാണ് ഈ പറയുന്നത് പൊടിഞ്ഞു പോകണമെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് പൊടിയുന്നത്. ഇനി നമുക്ക് ഈ പൊടി ഒന്ന് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. അതിനു വേണ്ടി ഞാനിവിടെ ഒരു ചീനിച്ചട്ടിയാണ് വെക്കുന്നത്. പിന്നെ നല്ല കട്ടിയുള്ള ചട്ടിയും വെക്കാം, നിങ്ങളുടെ വീട്ടിലുള്ള ഏത് ചട്ടിയായാലും വെക്കാം കേട്ടോ. ഞാനിവിടെ പൊടിയെടുത്തത് ഇതാ ഈ 250 ml കപ്പ് കൊണ്ട് 2 കപ്പാണ്. ഇനി നിങ്ങൾ ഏത് കപ്പിലാണോ പൊടിയെടുക്കുന്നത്, കപ്പോ പാത്രമോ ഗ്ലാസ്സോ എന്തിലും എടുക്കാം. ആ എടുക്കുന്ന പാത്രം കൊണ്ട് തന്നെ വെള്ളം എടുക്കണം. അതിൽ നിങ്ങൾ ഏതിലെടുക്കണം അതിൽ 1.5 പാത്രം വെള്ളമാണ് ഒഴിക്കേണ്ടത്. ഒരു പാത്രത്തിന് 1.5 പാത്രം വെള്ളം ഒഴിക്കണം. ഞാനിതിൽ 2 കപ്പ് എടുത്തിട്ടുണ്ട്. 3 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ഒഴിക്കാൻ പോണത്. 1 2 3. നമുക്കിനി വെള്ളത്തിൽ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ, പൊടി ഇടുമ്പോൾ പൊടിക്കും കൂടി വേണം ഉപ്പിട്ട് കൊടുക്കാൻ. ഇനി നമുക്ക് ഉപ്പ് പാകം നോക്കാം. ഉപ്പ് നോക്കിയിട്ട് കൊടുക്കണേ. നമ്മൾ വെള്ളം ഇങ്ങനെ ഉപ്പ് നോക്കുമ്പോൾ വെള്ളത്തിൽ നിന്ന് ലേശം മുന്നിൽ നിൽക്കണം ഉപ്പ്. ഇപ്പോൾ ഉപ്പൊക്കെ വെള്ളത്തിനും പൊടിക്കും നല്ല പാകമായിട്ടുണ്ട്. നമുക്കിനി 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മുടെ വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ, വെട്ടി തിളക്കട്ടെ. ഇപ്പം നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറേശ്ശെ പൊടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. മേലെ തെറിക്കാതെ ഇളക്കണം കേട്ടോ. നന്നായിട്ട് നിന്ന് ഇളക്കി കൊടുക്കാം. പൊടിയൊക്കെ നന്നായിട്ട് മിക്സാവണം കേട്ടോ മക്കളെ. പച്ചപ്പൊടി പാടില്ല, എല്ലാ പൊടിയും നനയണം. ഇപ്പോൾ പൊടിയൊക്കെ നന്നായിട്ട് വെന്ത് കുഴഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഇറക്കി വെക്കാം. ഈ 2 മിനിറ്റ് എന്തിനാ മൂടി വെക്കണമെന്ന് ചോദിച്ചാൽ, പൊടി ഒന്ന് നന്നായിട്ട് ഒന്നുകൂടി വേഗവും ചെയ്യും, ചെറുതായിട്ടൊന്ന് ചൂടാറുകയും ചെയ്യാം. എന്നാൽ വല്ലാതെ ചൂടാറാൻ പാടില്ല. നമ്മൾ കുഴയ്ക്കുമ്പോൾ നല്ല ചൂട് വേണം, അപ്പോഴാണ് ശരിക്കും കുഴ ശരിയായി വരിക. നമ്മുടെ മാവ് ഇപ്പോൾ വെച്ചിട്ട് 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ടേബിളിൻ്റെ മേലെ ഒന്ന് കൊട്ടി കൊടുക്കാം. ചൂടുണ്ട് കേട്ടോ. ഇത് നമ്മൾ കുഴയ്ക്കുമ്പോൾ ഇതേപോലെ ആദ്യം കൂട്ടിയെടുക്കണം. ഞാനിത് കുഴയ്ക്കുമ്പോൾ നല്ല ചൂടുണ്ടല്ലോ, അപ്പോൾ കൈ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ഇച്ചിരി വെള്ളം വെച്ചിട്ടുണ്ട്. കയ്യിൽ ഒരു ഇച്ചിരി വെള്ളം ഇങ്ങനെ തൊട്ട് ഇങ്ങനെ തേച്ചിട്ട് ഇങ്ങനെ കുഴച്ചാൽ മതി. അപ്പോൾ നമ്മുടെ കൈ നല്ല തണുക്കുകയും ചെയ്യും, ചൂട് കുറയുകയും ചെയ്യും. നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് കുഴക്കണം കേട്ടോ മക്കളെ, അപ്പോഴാണ് നമ്മുടെ പത്തിരിക്കുള്ള പരുവത്തിൽ നന്നായിട്ട് വരുള്ളൂ. നല്ല ചൂടിട്ടിട്ട് അത് നോക്കണ്ട, അങ്ങ് കുഴക്കുക തന്നെ. മക്കളെ, നമ്മുടെ മാവ് കുഴയ്ക്കുമ്പോൾ ചൂട് പോവാനും കയ്യിൽ ഒട്ടാതിരിക്കാനുമാണ് നമ്മൾ ഇച്ചിരി വെള്ളം നനയ്ക്കുന്നത്. ആ വെള്ളം നനയ്ക്കുമ്പോൾ മാവിൽ വെള്ളം കൂടിപ്പോവരുത്. ആ നമ്മുടെ കയ്യിൽ നനയ്ക്കുന്ന വെള്ളം ഈ മാവിലെയാണ് ഒട്ടിപ്പിടിക്കുക. അതിനനുസരിച്ച് വേണം കുഴയ്ക്കാൻ കേട്ടോ.
ഇപ്പം നമ്മുടെ മാവൊക്കെ നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്, കണ്ടില്ലേ? ഇങ്ങനെ നമ്മൾ വിരൽ പതുക്കെ വെക്കുമ്പോൾ തന്നെ അങ്ങോട്ട് ഇറങ്ങി പോകുന്നുണ്ട്, കണ്ട? ഇതാണ് മാവിൻ്റെ പരുവം. ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോളുകളാക്കി എടുക്കാം. എന്താ, ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് കയ്യിൽ വെച്ച് ഒന്നിങ്ങനെ പിശഞ്ഞ് ഉരുട്ടിയെടുക്കാം, കണ്ടില്ലേ? ഇനി നമുക്ക് ഈ പാത്രത്തിൽ ഇച്ചിരി പൊടി ഇട്ട് കൊടുക്കാം. അതെന്തിനാ വെച്ചിട്ടാ, ഈ ബോളുകൾ ഒന്നുകൊന്ന് ഒട്ടാതിരിക്കാനാണ്. ഇനി അതേപോലെ നമുക്ക് ഇച്ചിരി എടുക്കാം. ഇത് കണ്ടില്ലേ? എല്ലാതെ നമുക്ക് ഇങ്ങനത്തെ ബോളുകളാക്കി എടുക്കാം. ഞാനിത് പരത്താൻ വേണ്ടിയിട്ട് ഈ ടേബിളുമ്മ കുറച്ച് പൊടി ഇട്ട് കൊടുത്ത്. ഇനി നമുക്ക് ഒരു പത്തിരിയുടെ ഉരുള എടുത്തിട്ട് ഇങ്ങനെ കൈ കൊണ്ടൊന്ന് പരത്തിയിട്ട് ഇതിൽ വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് പരത്തിയെടുക്കാം. ഇത് നമ്മൾ ഈ പരത്തി കൊണ്ടിങ്ങനെ പരത്തുമ്പോൾ മെല്ലെ വേണം പരത്താൻ. അതില്ലെങ്കിൽ അതിൽ ഒട്ടിപ്പിടിക്കാതെ ഇങ്ങനെ മെല്ലെ മെല്ലെ പരത്തിയെടുക്കണം, കണ്ടില്ലേ? ഈ പത്തിരി പരത്തുമ്പോൾ ചിലവരൊക്കെ വെളിച്ചെണ്ണയൊക്കെ ഓയിൽ ഉപയോഗിച്ചിട്ടാണ് പരത്തുക. ഞാനിപ്പോൾ പൊടി ഇട്ടിട്ടാണ് പരത്തുന്നത്. നിങ്ങൾക്ക് ഓയിൽ ഉപയോഗിച്ച് പരത്താമെങ്കിൽ അങ്ങനെയും പരത്താം. ഇതിപ്പോൾ ഞാൻ പത്തിരി പരത്തിയാലോ ചപ്പാത്തി പരത്തിയാലോ ഒന്നും ഷേപ്പ് കിട്ടില്ല കേട്ടോ. ഞാൻ അതുകൊണ്ട് മുറിച്ചാണ് എടുക്കുന്നത്. ചിലർ നല്ല ഷേപ്പായിട്ട് പരത്തിയെടുക്കും, നല്ല സൂപ്പറായിട്ട്. എൻ്റെ മോളൊക്കെ പരത്തുന്നത് നല്ല ഷേപ്പിൽ നല്ല സൂപ്പറായിട്ട് പരത്തിയെടുക്കും. അതുപോലെ ഒന്നും എനിക്ക് പരത്താൻ നിശ്ചയമില്ല, അതുകൊണ്ടാണ് ഞാൻ മുറിച്ചെടുക്കുന്നത് കേട്ടോ. ഇത് കണ്ടില്ലേ, നല്ല നൈസായിട്ട് കണ്ടില്ലേ? ഇതേപോലെ നമുക്ക് എല്ലാതും പരത്തിയെടുക്കാം. നമ്മളിപ്പോൾ കുറച്ച് പരത്തി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ വെക്കുന്നത് ഒരു പത്തിരി ചട്ടിയാണ്. ഇതാണ് പത്തിരി ചട്ടി. ഇത് പണ്ടുള്ള കാലത്തൊക്കെ പത്തിരി ഉണ്ടാക്കാനായിട്ട് പ്രത്യേകിച്ച് ഉണ്ടാക്കുന്ന ചട്ടിയാണ്. പക്ഷേ ഇത് പത്തിരി ചട്ടി ഏതാന്ന് ചിലവർക്ക് അറിയില്ല. അറിയാത്തവർ കണ്ടോളിയുണ്ട്. ഇതാണ് നമ്മുടെ മണ്ണ് കൊണ്ടുണ്ടാക്കിയ പത്തിരി ചട്ടി. ഇനി നമുക്ക് ഒരു പരത്തിയ പത്തിരി ഇതിൻ്റെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് അടി ഒന്ന് വെന്ത് വരട്ട്. പത്തിരിച്ചട്ടിയിൽ പത്തിരി ഉണ്ടാക്കുന്നത് പഴയ സ്റ്റൈലാണ് കേട്ടോ മക്കളെ. ഇപ്പോൾ ഉള്ള സ്റ്റൈല് ദോശച്ചട്ടിയിലൊക്കെ പത്തിരി ഉണ്ടാക്കുന്നതാണ് ഇപ്പോൾ ഉള്ള സ്റ്റൈല്. നമുക്ക് കണ്ടില്ലേ, അടിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടില്ലേ പൊന്തി വരുന്നത്? അയ്യ ബോൾ പോലെ പൊന്ത്. ആ കണ്ടില്ലേ, ബോൾ പോലെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്തിട്ട് ഒരു ചൂടാറാത്ത പാത്രത്തിലേക്ക് വെക്കാം, ചൂടാറാത്ത പെട്ടിയിലേക്ക് വെക്കാം. ഇനി നമുക്ക് ഈ ചട്ടി നല്ല കോട്ടൺ തുണി വെച്ചൊന്ന് തുടച്ച് കൊടുക്കാം. ഓരോരോ പത്തിരി ഉണ്ടാക്കുമ്പോഴും ഓരോരിക്കെ തുടച്ച് കൊടുക്കണം. അല്ലെങ്കിൽ എന്തുണ്ട് വെച്ചിട്ടാ, ഇതിൻ്റെ പൊടി അതിൻ്റെ ഉള്ളിലിരുന്നിട്ട് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ്. ഇത് ഇപ്പം അതേപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അടിയിൽ ഇനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. കണ്ടില്ലേ പൊന്തി വരുന്നു? ഇനി നമുക്കിത് എടുക്കാം. ഇതേപോലെ നമുക്ക് എല്ലാതും പത്തിരിയൊക്കെ വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ എല്ലാ പത്തിരിയും പത്തിരി ചട്ടിയിൽ വെച്ച് ചുട്ടെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഒക്കെ പൊന്തി വന്നിട്ടുണ്ട്. നല്ല നൈസ് പത്തിരി കണ്ടില്ലേ, പേപ്പർ പോലത്തെ പത്തിരി കണ്ട. എല്ലാതും ബോൾ പോലെ പൊന്തിയിട്ടേ ഇത് കണ്ടില്ലേ. അയ്യവാ, ഇതേപോലെ പത്തിരി ഉണ്ടാക്കിയ എല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. പൊട്ടിപ്പോയിന്നും വെള്ളം കുറഞ്ഞെന്നും ചുടുമ്പോൾ വിണ്ടു പോവുകയാണെന്നും ഒരു പരാതി വേണ്ട. ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ മക്കളെ.